സൂസ ഇത് സൂസ തന്നെ. അങ്ങനെ ആ വണ്ടിയുടെ ബാക്കിലോട്ടൊന്ന് പോവാം. നമ്മളോട് നിക്കാം. സൂസ സൂസ സുഖാണ്. എപ്പോ വന്നു? ഞാൻ ജസ്റ്റ് ലാൻഡ് ആയുള്ളൂ. ഞാൻ അവിടെ അന്നത്തെ മുതുക്ക് നടക്കുമായിരുന്നു. അപ്പോഴാ ഒരു വാക്ക് എന്നോട് പറയാറുണ്ട്. ഒരു വാക്ക്. വാസനെ ഒരുപാട് മിസ് ചെയ്തു. ഞാൻ കാണാൻ വേണ്ടി വന്നല്ലേ. അപ്പൊ ഇടക്കിടക്ക് വരുമ്പോ പറച്ചില് മാത്രമേ ഉള്ളൂ സൂസ. ഇപ്പോഴും ഓരോ ദിവസം ഡിപ്രഷൻ ഡേയ്സ് ആയിട്ട് ഞാൻ ഇരിക്കണമെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇനിയാണ് മാത്രല്ല ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ. അത് അറിഞ്ഞില്ലേ? സൂസപ്പം മരിച്ചു. അപ്പൊ കാര്യം കയറി സൂസപ്പം മരിച്ചു. ഫ്യൂണറലാണ് ആള്. നാളെയാണോ അടക്കം? അണ്ണ എനിക്ക് പ്രൈവറ്റ് ആയിട്ട് എങ്ങനെ? ഇവിടെ കുറെ അച്ചുകൾ ഇരിപ്പുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ഇത് ക്ലൈമാക്സ് ട്വിസ്റ്റാണ്. ഇത് ഇവന്മാരെ ചെയ്തതാടാ. ഹലോ ഹലോ പറഞ്ഞു സൂസ. സൂസപ്പം മരിച്ചു. അതിനുശേഷം വിസ എക്സ്പയർ ആയി. അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ടി വന്നതാ. അതിനിടയ്ക്ക് എനിക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു. എന്തെങ്കിലും പറ്റിയോ? എൻ്റെ ഓർമ്മ പാതിയും പോയി. എൻ്റെ മനസ്സിലാകെ ഉള്ളതിപ്പോ പാസ്വേഡ് എന്ന് മാത്രമാണ്. വേറെ ആരും ഓർമ്മയില്ല? വേറെ എവിടെയൊക്കെ ഇച്ചിരിയൊക്കെ എന്തൊക്കെയോ ഓർമ്മകൾ മാത്രം. ഒരു മിനിറ്റ്. ഇതെന്റെ എന്തോ അല്ല. എനിക്ക് സൂസനോട് സംസാരിക്കുന്ന ഒരു ഇത് കിട്ടുന്നില്ല. എന്നെ കുറച്ചാള് കാണാതെ ഇരുന്ന സമയത്ത് ഒത്തിരി പേര് നിൽക്കുന്നോണ്ട് തോന്നുന്നായിരിക്കും. നമുക്ക് പ്രൈവറ്റ് ആയിട്ട് എവിടെയെങ്കിലും പോയി ഒന്നിങ്ങോട്ട് വരുമോ? ഇത് ശരിക്കും സൂസനാണോ? അങ്ങനെ കുറച്ചാളെന്നെ കാണാതിരുന്നപ്പോഴത്തേക്കും മറന്നുപോയി. അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ബന്ധം. എന്നാ പിന്നെ ഇന്ന് തന്നെ കല്യാണം കഴിക്കാം. വാ, ഇപ്പൊ കല്യാണം കഴിക്കാം. അച്ഛൻ മരിച്ചു കിടക്കുന്ന ഈ ടൈമിലല്ലേ? അതിനിപ്പോ ഡെഡ് ബോഡി അല്ലേ, ഒന്നും പറയൂലല്ലോ. എന്നാലും ഫ്യൂനറൽ നാളെ ഞാൻ നടക്കാൻ നിൽക്കുന്നത്. അതിന്റെ തലേ ദിവസം നമ്മുടെ കല്യാണ ദിവസമായിട്ട് ഞാൻ ഓർത്തിരിക്കണം എന്നാണ്. ഒരു പണ്ടേ ഉപകാരമില്ലാത്ത. ഹലോ, ഒന്നുമില്ല ഇവിടെ പറഞ്ഞു. എങ്ങനെയാണ് അച്ഛൻ മരിച്ചത്? അച്ഛൻ ഒരു പാവക്കടയിൽ നിൽക്കുമായിരുന്നു. അവിടെ വെച്ചിട്ട് ഒരു ഹെലി പറന്ന് വന്ന് പിടിച്ചു വന്നത്. പാവക്കടക്കകത്ത്? പാവക്കടയിൽ ക്രാഷ്. ഹലോ സൂസനാ? ഹലോ ഹലോ, ഹായ് സൂസൻ, സുഖമാണോ? പിന്നെ സൂസ ഇപ്പൊ വരാവേ.
ഏബൽ എന്ത് അണ്ണ 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 ഇത് ഞാൻ പറയാം ഇത് ഇത് ചിഞ്ചു എന്നാ ഈ കൊച്ചിന്റെ പേര്. പറ്റിക്കല ഇവന് ഏബല് കൂടെയുള്ള തട്ടിപ്പാ. ഇത് ഏബലിന്റെ ചിഞ്ചു. എനിക്കറിയാം ഈ കൊച്ചിനെ ഈ ബലൂൺ പിടിക്കാൻ ഞാനാ വിളിച്ചോണ്ട് വന്നേ. അണ്ണ ഈ ബലൂൺ പിടിക്കാൻ ഉണ്ടായിരുന്നു എന്റെ കൂടെ. ഇവളെ അതിന്റെ ഇടയിൽ തട്ടിക്കൊണ്ട് വേഷം പറയുന്നത് ഇത് ഉറപ്പ് കൺഫേം. ഞാൻ സൂസനോട് സംസാരിച്ചു നടുല് ഒരു വാട്ടി. ഒരു സെക്കൻഡ് എനിക്ക് തന്ന ആങ്സൈറ്റിയും സന്തോഷം എന്തായിരുന്നു അറിയോ നിനക്കൊക്കെ? പൊട്ടിച്ചു വിടണം. ഇത്രയൊക്കെ എനിക്ക് വേണ്ടി ചെയ്തില്ലടാ. ഞാൻ സത്യമായിട്ടും നീ വളരെ ലേറ്റ് ആയിട്ട് ഗാങ്ങിൽ വന്നത്. എന്നിട്ടും ഇവന്മാരാരും ഈ എഫേർട്ട് എടുത്ത് ഇതുവരെ എനിക്കിത് ഇതങ്ങനെ തന്നിട്ടില്ല. മനസ്സിലായ അണ്ണനുള്ള സ്നേഹം കൊണ്ടാ അണ്ണ. ഞാൻ ഭയങ്കര മോബി ആദ്യം വാങ്ങിച്ചോ. രണ്ടാമത് ഇതെന്റെ ഒരു സ്നേഹോപകാരം. അണ്ണ മോബി ഇവനുണ്ട് ഇവനുണ്ട് അണ്ണ അണ്ണ ഇവനുണ്ട് അണ്ണ അണ്ണ മോബി. സൂസൻ ഒന്നും കൂടെ വന്നേ. സൂസൻ ഒന്ന് വന്നേ. സൂസൻ ഇന്നോട്ട് എന്റെ കൂടെ തന്നെ നടക്കണേ. വേറെ ഒരാളുടെ കൂടെ നടക്കാൻ പാടില്ല. വേറെ ആരോട് നടക്കുന്നുണ്ടാലും വെടിവെച്ച് കൊല്ലുവേ. ഞാനിപ്പോ കുറച്ച് ടോക്സിക്കാ. അല്ല ഞാനിപ്പോ ടോക്സിക്കാണ് കുറച്ച്. അണ്ണന് വേറെ ആൾക്കാരെ കിട്ടിയപ്പോ മറന്നുപോയല്ലേ അണ്ണ. ഞാനിപ്പോ കുറച്ച് ടോക്സിക്കാണ്. വണ്ടി കയറി വാ. യെല്ലോ പേജ് വെക്കാണ്. യെല്ലോ പേജ് കൊള്ളാടാ. വാ വാ വാ. നോക്കണോ? ഇവന്മാർ എത്ര രൂപ തരാന്ന് പറഞ്ഞു? ഇല്ലല്ലേ ഇവന്മാരെ മുമ്പിൽ വെച്ചോ പറയത്തില്ല. ഇവന്മാരെ ആദ്യം മാറ്റി നിർത്തണം. ചിഞ്ചു വന്നേ. ചിഞ്ചു വന്നേ. രണ്ട് സ്റ്റെപ്പ് വെച്ചിട്ടാണല്ലോ തിരിച്ചറിഞ്ഞത്. ഞാൻ അണ്ണ പോയപ്പോ എന്റെ പുറകെ വന്നത്. ആണോ? പക്ഷെ തുടക്കം എവിടെയോ സൂസന്റെ ഒരു ഇതില്ലായിരുന്നോ? നിങ്ങൾക്ക് തോന്നിയില്ലേ? ഞാൻ വിശ്വസിച്ചു പോയി സത്യമായിട്ടും. ഞാൻ സത്യമായിട്ടും ആദ്യം വിശ്വസിച്ചു പോയി. സെയിം സൗണ്ട് ആയിരുന്നു ആദ്യം. ഇത് നിന്റെ ഗേൾഫ്രണ്ട് ആണോ? ഇത് നിന്റെ ഗേൾഫ്രണ്ട് ആണോ? അണ്ണ അത് വേറൊരു കഥയാ. ആണല്ലേ? അല്ലല്ലേ. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇത് തെറ്റിയാ അണ്ണ അങ്ങനെ പറയണ്ട. അതെ 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 അണ്ണാ ഞാൻ വേറൊരു കേസ് പറഞ്ഞുതരണ്ണ. ഞാൻ പറഞ്ഞുതരണ്ണ. അത് ആൾക്കാർ നിൽക്കാൻ ഭയങ്കര പ്രൈവറ്റ് ആണ്. പറയാൻ പറ്റില്ല. അണ്ണാ നമ്മളെ ഏബലിനെ ഒരു കൊച്ച് പീഡിപ്പിച്ചണ്ണ. അതെന്താ സംഭവം വെച്ചാ ഞാൻ കഥയായിട്ട് പറഞ്ഞുതരാണ്. നിന്നെ പീഡിപ്പിച്ചോ? അതെ 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 അതെ. ഏബലിനെ കെട്ടിയിട്ട് എന്തൊക്കെയോ ചെയ്തത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ എല്ലാം കെട്ടു. ഒരു ദിവസം ഉണ്ടല്ലോ അണ്ണ, എന്റെ അപ്പാർട്ട്മെന്റിന്റെ അടുക്കുള്ള ഒരു കൊച്ചുണ്ട് അണ്ണ, അപ്പാർട്ട്മെന്റിന്റെ അടുക്കെ. അപ്പം എനിക്ക് ഭയങ്കര സഹായാനുഭൂതിയാണെന്ന് അറിയാമല്ലോ. പിന്നെ അണ്ണ എന്നോടൊരു ദിവസം ചോദിച്ചു കുറച്ച് ഫർണിച്ചർ മാറ്റാൻ സഹായിക്കുമോന്ന്. എന്റെ സഹായാനുഭൂതി വെച്ച് ഞാൻ സഹായിച്ചു കഴിഞ്ഞപ്പോ എനിക്കൊരു ഡയറി മിൽക്ക് തന്നെ അണ്ണ. അത് കഴിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്റെ ഈ കഴുത്തിൽ കിടക്കുന്ന സ്കാർഫ് വെച്ച് കൈ കെട്ടിയിട്ടിട്ട് എന്നെ എന്തൊക്കെയോ ചെയ്തണ്ണ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് അതൊക്കെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അതെ 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 ഈ കൊച്ചോ? അതെ 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 അതെ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? അണ്ണൻ മാത്രം നിന്റെ ഓർമ്മയിൽ ഏബൽ അത് സൂചിച്ചോണ്ടിരിക്കും. ഏബലൊക്കെ ഒരു തീട്ടായി പോയല്ലേ?
ബ്രോ എന്ത് ബ്രോ ബ്രോ ഇത് എടാ നീ എന്നിട്ട് ആ കൊച്ചിന്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ലടാ ഏബിലെ? അണ്ണാ അത് പറഞ്ഞു അപ്പൊ ആ കൊച്ചു പറയുന്നത് വേണ്ട ഏവന് അതിന് മാത്രമൊന്നും ഇല്ല. അണ്ണാ വീഴല്ലേ ഇല്ല വേറൊരുത്തൻ പോയെന്നാ രണ്ടുപേരെ അത്ത് സന്തോഷമുള്ളൂ. കേട്ടോ അപ്പൊ പിന്നെ ഓൾറെഡി കൊച്ചു കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് നീ ഇനി പുറകെ നടന്നിട്ട് കാര്യമില്ലല്ലോ. ഇല്ല അണ്ണാ അത് കാര്യങ്ങളൊന്നും തിരിച്ചറിഞ്ഞില്ല അണ്ണാ അത് അണ്ണാ ഇല്ല ഏട്ടത്തിയൊന്നുമല്ല ഏട്ടത്തിയൊന്നുമല്ല നമുക്ക് നമ്മുടെ അപ്പാർട്ട്മെന്റിലോട്ട് പോവാം. വാ 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 അണ്ണൻ സൂസൻ അല്ല അണ്ണ ആട് ഇവനെ തല്ലി കൊന്നാലേ ഇവ ശല്യമാണേ, ശല്യമാണേ. അണ്ണ അണ്ണ സൂക്ഷിച്ച് നോക്കണ്ട ആട് സൂസ വണ്ടി കയറാൻ എനിക്ക് ദേഷ്യം വരുവേ. സൂസ വന്നേ. അണ്ണ കലിപ്പാണേ ഇച്ചിരി. അണ്ണ ഞാനും വരാൻ കൂടെ ഒരു വേണ്ട വേണ്ട വേണ്ട, അവരെ വേറെ പ്രൊട്ടക്ഷൻ കാണും. എടാ അവർക്ക് പ്രൈവസി കൊടുക്കടാ. സൂസ വണ്ടി കയറാൻ കുറച്ച് പ്രൈവസി നോക്കണേ, ഏവരെ കുറച്ച് പ്രൈവസി നോക്കണേ. ഇച്ചോട് മാറി സൂസ നിന്നോട് പറഞ്ഞ മനസ്സിലാവില്ല. എത്ര പറയണം സൂസ? വണ്ടി കയറുവാ. ബ്രോ മോബി വണ്ടി നിറങ്ങ. മോബി ഏബിലെ വണ്ടി നിറങ്ങ. മോബി ഏബിലെ വണ്ടി നിറങ്ങ. മോബി ഏബിലെ വണ്ടി നിറങ്ങ. അണ്ണ ധൈര്യത്തിന് വേണ്ട വേണ്ട, ഒരു ധൈര്യം കുറവില്ല. ഞങ്ങൾ അപ്പാർട്ട്മെന്റിലോട്ട് പോവാ. അണ്ണ ഞാൻ ഏബിലെ ഇറങ്ങ. ഏബിലെ ഇറങ്ങ. കേറ് കോച്ച് കേറ്, കോച്ച് കേറ്. അണ്ണ കല്യാണ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ എല്ലാം ഇതൊക്കെ ചെയ്തൊക്കെ. അപ്പൊ പോയിട്ട് വരാം. ബൈ ബൈ. അണ്ണ ഞാനും അണ്ണ നിനക്ക് ചാവട്ടെ, ചാവ ഉള്ളതാ. ഇന്ന് തന്നെ കല്യാണം നടത്താവേ സൂസ. അച്ഛന്റെ ഇതൊക്കെ പിന്നെ നടത്താം. ഇന്ന് കല്യാണം നടത്താം. എനിക്ക് ഇന്ന് കല്യാണം കഴിക്കണം. உனக்கு ஏற்கனவே கல்யாணம் ஆயிடுச்சுல, ரெஜிஸ்ட்ரேஷன் ஆயிடுச்சு. നമ്മുടെ ഓൾറെഡി രജിസ്റ്റർ മാരേജ് കഴിഞ്ഞതാ. എന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇരിപ്പുണ്ട്. എന്നാ പിന്നെ ഇന്ന് ഫസ്റ്റ് നൈറ്റ്. ഇല്ല ഓർമ്മയില്ലേ? അല്ല അന്ന് സൂസിന് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നല്ലോ. ഓ ആക്സിഡന്റ് ഇതെല്ലാം മറന്നുപോയല്ലേ? ഞാനൊന്നും മറന്നിട്ടില്ല. എടാ മോബി കേക്കോ? എടാ എന്റെ അപ്പാർട്ട്മെന്റിലോട്ട് കുറച്ച് മുല്ലപ്പൂവും കുറച്ച് പാലും എല്ലാം ഒന്ന് കൊണ്ടുവരണേ. ഇല്ല എനിക്ക് പൂ അലർജി അല്ല. അതെന്ത് എന്റെ സൂസൻ ഇങ്ങനെ അല്ല. ശരിക്കുള്ള പേര് പറഞ്ഞ ഇപ്പൊ വിടാം. മിത്ര. ആര് പറഞ്ഞ ഈ വേഷം കിട്ടിയത്? പറഞ്ഞോ. അതെനിക്ക് പറയാൻ പറ്റൂല. അപ്പൊ ഇനി ഞാൻ മിത്രയാണല്ലോ, സൂസൻ അല്ലല്ലോ. അപ്പൊ പിന്നെ എനിക്ക് സൂസൻ മാറി തന്നെ തരീത്. എനിക്ക് സൂസന. ഇതെന്റെ സൂസൻ തന്നെ. ഇതെന്റെ സൂസൻ തന്നെ ഇത്. എന്നാ സത്യം പറഞ്ഞോ? സത്യം എനിക്ക് പറയാൻ പറ്റൂല. ആരാ ഈ വേഷം കെട്ടിച്ചത് മാത്രം പറഞ്ഞാൽ മതി. എനിക്ക് അവരുടെ പേര് അറിഞ്ഞൂടാ. ഏബലിനെ അറിഞ്ഞൂടല്ലേ? ഏബലിനെ അറിയാ. പിന്നെ പക്ഷെ വേഷം കെട്ടിച്ച ആൾക്കാർ എനിക്ക് അറിഞ്ഞൂടാ. വേഷം കെട്ടിച്ചത് ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഇത് ആരാ ഇങ്ങനെ വരാൻ പറഞ്ഞിരുന്നു നിന്നോട്? അതെനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്ക് പേര് അറിഞ്ഞൂടാ. എനിക്ക് இல்லடா இன்னொரு 10 பழம் எக்ஸ்ட்ரா
പക്ഷെ സൗണ്ട് കറക്റ്റ് അല്ലേ ഇടക്കിടക്ക്? ഞാൻ ഇവിടെ നിന്ന് നടന്നു പോയിക്കോളാം, കുഴപ്പമില്ല. ഓ ഇല്ല 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 സൂസ, ഞാൻ സൂസിനെ അവിടെ വിടാം. എന്താ സൂസ അങ്ങനെ പറയണേ? സൂസിനെ ഞാൻ വഴി ആ ഇല്ല, ഞാൻ എന്റെ സൂസനായിട്ട് കണ്ടുപോയി. കാരണം ഇത്രയും വർഷം കാത്തിരുന്നിട്ട് എനിക്ക് സൂസന്റെ അതേ സൗണ്ട് ഉള്ള ഒരാളെ ഇത് കറക്റ്റ് സൂസന്റെ സൗണ്ട്. സത്യം ഞാൻ പറഞ്ഞതാണ്. സൂസ ഓ എന്തോ എന്താ സൂസ ഒന്നും മിണ്ടാതിരിക്കുന്നേ? എന്തിനൊക്കെ സംസാരിക്കണ്ടോട്? സുഖല്ലേ? ഇത് സൂസു തന്നെ. അങ്ങനെ കണ്ട് എന്നെ ഇവിടെ ഇറക്കി വിട്ടൂടെ? ഇല്ല 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 ഇല്ല, ഇത് എന്റെ സൂസൻ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാണ്. അല്ല, അതെ ആണ്, അതെ. ഫ്യൂലുണ്ടോ കയ്യില്? ഇതെന്റെ സൂസൻ തന്നെയാണ്, എനിക്ക് ഉറപ്പാ. അണ്ണ ശരിക്കും തന്നെ നോക്ക്, ഞാൻ അതല്ല. നോക്കി എന്റെ അതെ. മുഖത്തോട്ട് നോക്കണ്ട, എന്നിട്ട് തീരുമാനിക്കും ഞാൻ സൂസനാ. ഇത് സൂസൻ തന്നെ. അല്ലണ്ട, സൂസന്റെ ഫ്യൂലുണ്ടോ? ഇല്ല. അയ്യോ ഫ്യൂലില്ല. ഞാൻ വേണമെങ്കിൽ അപ്പുറത്തെ പെട്രോൾ പമ്പിൽ നിന്ന് ഓടിപ്പോയി മേടിച്ചിട്ട് വേണ്ട സൂസ, എന്റെ ഉണ്ട്. ഇതൊക്കെ എന്റെ ഇല്ലാതിരിക്കുവോ സൂസ? നമ്മള് വാറിനൊക്കെ പോണവരല്ലേ? ഓ, ഞാൻ കൊറേ കാലം കളിക്കാൻ തുടങ്ങിയിട്ട് ഇതൊക്കെ എന്റെ ഉണ്ട് കേട്ടാ. കേറി ദിവസം. ഞാൻ സഹായിക്കാം. വണ്ടിക്ക് എണ്ണയില്ലല്ലോ. ഇല്ല ഒരു സഹായം വേണ്ട. കേറിയ കോച്ച്, എന്റെ ഉണ്ടായിരുന്നു ഫ്യൂല്. രീതി സഹായിക്കരുത്. ആ വണ്ടി പഞ്ചർ பண்ணிடுவா. ஒரு செகண்ட் வெயிட் பண்ணு, பின்னாடியே ஃபாலோ பண்றானுங்க. മറ്റേ വണ്ടിയെ വെളുത്ത പൂവാണോ അതോ മറ്റേ ജമന്തി പൂവില്ലേ, മറ്റേ ഒരു കളറിലെ ആ പൂ വേണം? ഏത് പൂ വേണം? റീത്ത് എടുക്കാൻ പറ്റൂ? റീത്ത? അത് സത്യം പറഞ്ഞാൽ ഞാനത് റീത്ത് വെക്കുന്ന രീതിയിലോട്ട് മാറ്റത്തില്ല. ഇപ്പോഴും സൂസൻ എന്നോട് സമ്മതിച്ചില്ലല്ലോ ഇതുവരെ. ഞാൻ സമ്മതിച്ച്, ഞാൻ സൂസല്ല, ഞാൻ മിത്ര. അല്ല, ഇതെന്റെ സൂസൻ തന്നെയാ. ഇതെന്റെ സൂസനാ. ആണ്. ഇതെന്റെ 3 വർഷം മുമ്പ് മലേഷ്യ പോയ എന്റെ സൂസനായത്. 3 വർഷം മുമ്പ് മലേഷ്യ പോയത് ഞാനില്ല. ഞാൻ ലോസ് ആഞ്ചലസ് വിട്ടുപോയിട്ടില്ല. എനിക്ക് വേറെ രാജ്യം വരെ ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, ഇതെന്റെ സൂസൻ തന്നെയാ. അയ്യോ ഇല്ല, എന്റെ വീട് സാന്റിയാണ്. അല്ലല്ല, ഇത് സൂസൻ തന്നെയാ. കോച്ച് ഉറപ്പല്ലേ ഇത് സൂസനല്ലേ? സൂസന്റെ പുതിയ നമ്പർ തരുമോ എനിക്ക്? എന്റെ പുതിയ നമ്പറാ? എനിക്ക് ഫോണില്ലെന്താ. എന്തൊരു കള്ളിയാ സൂസ, പണ്ടത്തെ പോലെ തന്നെ. അച്ഛനെ ഞാൻ കണ്ടുപിടിക്കുന്നവരെ എന്റെ അടുത്ത് അച്ഛനില്ലെന്ന് വരെ പറഞ്ഞാണ് സൂസൻ. അതുകൊണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത് ഞാൻ കണ്ടുപിടിച്ചപ്പോഴല്ലേ സമ്മതിച്ചത്. എന്റെ അടുത്ത് ആദ്യം ഇല്ലെന്നല്ലേ പറഞ്ഞത്. അയ്യോ അല്ല, അത് സൂസന്റെ അച്ഛൻ മരിച്ചെന്നാണ് ഞാൻ പറഞ്ഞത്. സൂസപ്പൻ. എനിക്ക് എന്താ സൂസ കളിക്കില്ല? നമ്പർ തന്നേ സൂസ. ഇവിടെ നൈസാണത്. നമുക്ക് തെറ്റിയേക്കാം. ഇറ്റ്സ് ബെറ്റർ യു ടേക്ക് 51 ഒരു വൈമാപ്പ് കൂടെ വേണ്ടി വരുവേ. ഞാൻ ഒരു ബിരിയാണി മേടിച്ചുതരാം. എനിക്ക് ബിരിയാണി താല്പര്യമില്ല, മന്തിയാണ് ഞാൻ കഴിക്കണേ. ആണോ? അപ്പൊ മന്തി മേടിച്ചുതരാം. ഇല്ല, സൂസിന് ഞാൻ മേടിച്ചുതരാം. ഇന്ന് മന്തിയും എല്ലാം ഞാൻ സൂസിനാണ്. ഞാൻ വെജിറ്റേറിയൻ, ഞാൻ ഇതൊന്നും കഴിക്കത്തില്ല. വെജിറ്റേറിയൻ ആണ്? ഓ, എന്നാ ഞാൻ നമുക്ക് ഇന്ന് ഗാംഗോസിൽ കൊണ്ടുപോയിട്ട് നോൺ വെജിറ്റേറിയൻ. ഞാൻ സൂസിന് വേണ്ടിട്ട് ഞാൻ ഫുഡ് കുക്ക് ചെയ്ത് തരാം. പനീർ ചിക്കൻ മസാല, അല്ല പനീർ മസാല. അയ്യോ
വേണ്ട, ഞാൻ നോമ്പ് പനീർ ടിക്ക മസാല. നോമ്പാണോ? രാത്രിയായില്ലേ? നോമ്പ് എപ്പൊ ഫുഡ് കഴിക്കാലോ? ആ, ഇപ്പൊ കഴിച്ചോടാ. ഞാൻ ദിവസം മൊത്തം 10 ദിവസത്തേക്ക് ഇനി ജലം പാനില്ല. അല്ല പാനിയില്ല. എങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കും എങ്ങനെ? ഞാൻ ട്രൈ ആക്കും. ഇപ്പൊ എത്ര ദിവസമായി എന്നിട്ട്? ഇപ്പൊ 3 ദിവസം കഴിഞ്ഞു. 3 ദിവസം കഴിഞ്ഞു. വെള്ളം കുടിക്കുന്നതോ ഫുഡ് കഴിക്കുന്നതോ കണ്ട അപ്പൊ തന്നെ വെടി വെച്ചു ഞാൻ. ലെഫ്റ്റ് സൈഡ് ആയിട്ട് പോ, റൈറ്റ് സൈഡ് പോവാ, കത്തിപ്പോക്കും. സത്യം അവിടെ നടന്നേക്കോളായിരുന്നു. എന്തായാലും ഇപ്പൊ സംഭവം പൊളിഞ്ഞു. സംഭവം പൊളിഞ്ഞില്ല. ഇല്ല ഇല്ല ഇല്ല, എന്റെ സൂസനായത് ആണ്. இல்லடா சூசன் லைக் நீ ஸ்ட்ரைட்டா ரூம் கூட்டு போடா, இல்லனா இப்பல பேச மாட்டடா. நீ போயிட்டு உன்னோட தந்திரத்தை காணி. മലയാളം അറിയാത്തോണ്ടാണ്. എന്താ പറഞ്ഞത്? ഷോ യുവർ മാജിക് പറഞ്ഞടാ. അതെനിക്ക് കാണണ്ട, എനിക്കൊന്നും കാണണ്ട. ഇതെനിക്ക് 3 വർഷം മുമ്പ് മിസ്സായി പോയ എന്റെ സൂസൻ തന്നെയത്. അയ്യോ അല്ല, ഒരാളെ പോലെ 20 പേരുണ്ടാവുന്നല്ലേ. അപ്പൊ ഇനി ബാക്കി നോക്കി ഏതെങ്കിലും കണ്ടുപിടിച്ച് ഞാൻ തരും, ഞാൻ കൊണ്ടുവന്നേരും. ഇല്ല ഇല്ല, എനിക്ക് ഈ സൂസനെ മതി. എനിക്ക് നമ്പർ തരുമോ? എന്റെ പൊന്നണ്ണ, 100 കോടി എടുത്ത അതിൽ 60% എനിക്ക് തരാന്ന് പറഞ്ഞ് എന്റെ ഈ വേഷം കെട്ടിച്ചാണ്. ആരാ അത് ചെയ്തത്? പേര് പറയാൻ പറ്റൂല. അത് പേര് പറ. അപ്പാർട്ട്മെന്റ് കിட்ட വന്ന് അല്ലെങ്കിൽ ഞാൻ ശല്യം ചെയ്തോണ്ടിരിക്കും സൂസനെ. എവിടെ പോയാലും സൂസന്റെ പുറകെ വരും. ഫുൾ ടൈം വാറിനൊന്നും പോവാതെ ഞാൻ സൂസന്റെ കൂടെ തന്നെ വന്നിരിക്കും എല്ലാ ദിവസവും. അയ്യോ, ഇങ്ങക്കൊരു കുടുംബം ഇല്ലേ? അവരുടെ കാര്യമൊക്കെ നോക്കണ്ടേ? ആ, കുഴപ്പമില്ല. ഉണ്ട്. അഡ്മിറ്റ് മെസ്സേജ് അതൊന്നും അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പക്ഷെ ഞാൻ സൂസന്റെ കൂടെ ആയിരിക്കും ഫുൾ ടൈം. நான் பாத்துக்கிறேன், நாங்க எல்லாரும் பாத்துக்கிறோம். ഇവരെല്ലാം കേക്ക് നോക്കിക്കോളും. അതെ അതെ, ചന്ദ്രൻ ഇരിക്കാ. പറഞ്ഞു സൂസ. അയില്ലേ, ഞാൻ എത്തിക്സുള്ള സ്കാമറ. കേട്ടില്ല. ഞാൻ എത്തിക്സുള്ള സ്കാമറ ആണല്ലേ? എന്നാ എത്തിക്സ് ഉള്ള സ്കാമറ പേരെന്ന് പറഞ്ഞ കേക്കട്ടെ. മിത്ര. ആര് പറഞ്ഞ ഇത് ചെയ്തേ? അയ്യോ, അതെനിക്ക് പറയാൻ പറ്റൂല. അപ്പൊ പിന്നെ ഗ്യാങ്ങോസ് എത്താറായേ? അതല്ല, ഗ്യാങ്ങോസ് എത്താറായേ? ഗ്യാങ്ങോസ് കയറിയ പിന്നെ തിരിച്ചിറങ്ങണ കാര്യമേ ആലോചിക്കണ്ട. പിന്നെ സൂസന് KGF പോലെ വീടിന് വീട്, സാരിക്ക് സാരി, ചുരിദാറിന് ചുരിദാറ്, ഫുഡ്. അതിന്റെ വെളിയിലോട്ട് ഇറങ്ങാനേ പറ്റില്ല. പിന്നെ പുറലോകം കാണൂലേ? ഇത് ലാസ്റ്റ് എല്ലാം കണ്ടോ? എനിക്കങ്ങനെ വലിയ വീട്ടിലൊന്നും ഇതാക്കുന്ന ഇഷ്ടമില്ല. അത് ഇപ്പൊ ഇനിയിപ്പോ കുട്ടിയുടെ ഇഷ്ടമല്ലല്ലോ നോക്കുന്നത്. ഞാനിപ്പോ ഇതിനകത്ത് അടയ്ക്കാൻ പോവാണേ. പേര് പറ സീക്രം. ആറ് അംശ ഒരു ചാൻസ് തരാം. ഫൈനൽ ചാൻസ് ആണ്. അങ്ങനെ ഒറ്റ കൊടുക്കൂല. അങ്ങനെയാണല്ലേ? നമ്മുടെ കുറച്ച് ആൾക്കാരുണ്ട് ഈ വീട്ടിനകത്ത് കേട്ടാ. പിടിച്ചോണ്ട് വരാൻ പറഞ്ഞ കൊന്നോണ്ട് വരും. ഞാൻ ആരത്തോട് കൊണ്ടിടട്ടെ? ഇടട്ടെ? നിങ്ങള് കുറച്ച് മനസ്സിലുള്ള ആളാണെന്നാണ് എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യൂല, എനിക്കറിയാം. ഞാൻ നടന്നു പോയിക്കോളാം. വെടിവെച്ചിരുവേ. വണ്ടിക്കകത്ത് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെടിവെച്ചിരുവേ.